ഇപ്പം എനിക്ക് തോന്നുന്നു ആവേശത്തിന് മുമ്പ് ചെയ്തിട്ടുള്ള യൂവിൻ്റെ പുസ്തകം അതോടെ കുമ്പളങ്ങിനായിട്ടില്ല മീശ. ആ മീശയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആ മീശ പുള്ളി ഇങ്ങനെ ചെറുതായിട്ട് തടകിയൊക്കെ ആയിട്ടാണ് മോളെ അതിൽ ഒരു ചന്ദനം വേണം, അതിലൊരു സിന്ദൂരം തൊട്ടൊക്കെ. അത്ര ഡീറ്റെയിൽ ആയിരുന്നു അദ്ദേഹത്തിന്. ജയസൂര്യ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് റഷീദൊക്കെയാണ് എന്നെ ആദ്യമായിട്ട് പയ്യൻസ് എന്ന് പറഞ്ഞ പടത്തിൽ വിളിക്കുന്നത്. ചെറിയ ചെറിയ സാധനങ്ങൾ ചെയ്തുകൊണ്ട സമയത്താണ് വാല്യുവിനകത്ത് എനിക്ക് മുടി പഠിക്കാനുള്ള ഒരു അവസരം ലിജോ ചേട്ടൻ തരുന്നത്. നമുക്ക് ആ സിനിമ തന്നത് ഗംഭീര സന്തോഷമാണ്, അതിനേക്കാൾ ഗംഭീര ദുഃഖമാണ് ആ സിനിമ നമുക്ക് സമ്മാനിച്ചത്. ഹായ് ഹലോ, ഇന്നത്തെ നമ്മുടെ അതിഥി സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റായ നരസിംഹസ്വാമിയാണ്. ഹലോ, വെൽക്കം ടു ദ ഷോ. കൈയൊക്കെ ഇങ്ങനെ എടുത്തിട്ടാണ് വരാൻ. വെൽക്കം ടു ദ ഷോ. താങ്ക് യു സോ മച്ച്. ഓക്കെ, ഫസ്റ്റ് തന്നെ ചോദിക്കട്ടെ, എത്ര വർഷമായി ഈ ഫീൽഡിൽ? അതിനൊരു കഥയും കൂടെ ഉണ്ട്, അത് നമുക്ക് പറഞ്ഞു തരും. പോരട്ടെ അല്ലേ, ചില മാസങ്ങളിൽ 1-2 കൂടി. അത് ഏത് ഏപ്രിൽ എന്ന് പറഞ്ഞ പോലെ. ശരിക്കും പറഞ്ഞാൽ 25 years ആയി ഈ ഇതിലേക്ക് വന്നിട്ട്. 18 വയസ്സിൽ ഈ ഫീൽഡിലേക്ക് വന്നു. ശരിക്കും ഞാൻ പറഞ്ഞാൽ ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്ത് കൂട്ടുകാരുടെ മുടി വെട്ടിയാണ് പഠിച്ചത്. ആ പഠിത്തം കഴിഞ്ഞിട്ട് പിന്നെ കൂടുതൽ പൈസ, കുറഞ്ഞ അധ്വാനം, പിന്നെ ഇതിനോടൊരു ക്രൈസ് ഉണ്ട്. മുടിവെട്ടിനോടും മേക്കപ്പിനോടും. മുടിവെട്ടിനോട് ഭയങ്കര ക്രൈസ് ഉണ്ട്. ആ ക്രൈസ് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസം മുന്നേ. കമലഹാസൻ സാറിന്റെ ഫോട്ടോ, റോള്, ഓരോരുത്തരുടെ മുടിയിൽ ഇങ്ങനെ. അതെ, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റഷീദൊക്കെയാണ് എന്നെ വിളിച്ചത്. എന്റെ ഗുരുനാഥനും അദ്ദേഹം തന്നെയാണ്. അദ്ദേഹത്തിന്റെ സിനിമയിലൂടെയാണ് ആദ്യമായിട്ട് ഞാൻ വരുന്നത്. ജയസൂര്യ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് റഷീദൊക്കെയാണ് എന്നെ ആദ്യമായിട്ട് പയ്യൻസ് എന്ന് പറഞ്ഞ പടത്തിൽ വിളിക്കുന്നത്. അന്ന് മുതൽ തുടങ്ങിയ ബന്ധമാണ്. റഷീദയുടെ കൂടെ കുറേ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ദിവസം എന്നെ റഷീദ് വിളിക്കുക, സ്വാമിയോടുണ്ട്, ഞാൻ പറഞ്ഞ തിരുവല്ലയിലുണ്ട്, ഇന്ത്യൻ ടൂവിന് വേണ്ടിയിട്ട് കമൽ സാറിന്റെ ഫേസ് അദ്ദേഹത്തിന്റെ തലയിൽ വരയ്ക്കണമെന്ന് പറഞ്ഞു. ഇത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യാം, ഞാനൊരു ദിവസം വരാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് എൻ്റെ ഒരു ഇൻറ്റിമേറ്റ് സുഹൃത്തുണ്ട്, ശ്രീ ആർട്ട് ലവ് എന്ന് പറഞ്ഞ ശ്രീ നന്നായിട്ട് വരയ്ക്കും. ശ്രീ ഞാനും കൂടി എന്തെങ്കിലും എനിക്ക് കുറവുകൾ പറ്റിക്കഴിഞ്ഞാൽ ശ്രീ അത് റെഡിയാക്കി തരണം. അപ്പം അതുകൊണ്ട് ഞാൻ ശ്രീയുമായിട്ട് ചെന്നു. അവിടെ ചെന്നിട്ട് കുറേ ആൾക്കാരെ ഞങ്ങൾ സെർച്ച് ചെയ്തു. അവർക്കൊന്നും മുടിക്ക് ഗ്രോത്ത് ഇല്ല. ഒരു ഗ്രോത്ത് ഉണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്ത് ഗ്രേഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ആദ്യം ഞങ്ങളത് റെഡിയാക്കി അവസാനം ഞങ്ങൾ ഒരു പയ്യനെ സെലക്ട് ചെയ്തു. അവൻ ആദ്യം വന്നതാണ്, പക്ഷെ അവനും പറയുന്നുണ്ട്, ആണാ എങ്കിട്ട് തലേ വർക്ക് പണ്ണണ, എങ്കിട്ട് തലേ വർക്ക് പണ്ണ, നോക്കാം, വെയിറ്റ് എന്ന് പറഞ്ഞിട്ട് അവനേക്കാൾ നല്ല മുടിയുള്ള ആളിനെ കിട്ടുമെന്ന് ചോദിച്ചു. അവസാനം അവൻ്റെ ആ ഒരു അർപ്പണബോധമാണോ ആഗ്രഹം കൊണ്ടാണോ അവനെ തന്നെ ചെയ്തു. അത് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആദ്യം മുടി അത് വരച്ചതിനകത്ത് ആദ്യം, അത് കഴിഞ്ഞിട്ട് കട്ട് ചെയ്ത് അത് ഗ്രേഡ് ചെയ്ത് സെറ്റ് ചെയ്തു. പിന്നെ ശ്രീ അതിനകത്ത് കളറും കൂടെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിന് ആ റിയൽ പരിപാടിയെ പിന്നെ നമ്മൾ ആ മുടി ഹെയർ വൈറ്റ് ആക്കി. അത് ആദ്യത്തെ ഞങ്ങൾ ട്രയൽ അടിച്ച് കാണിച്ചു. ശങ്കർ സാറിന് ഇത് കൊണ്ടു കൊടുക്കുമ്പോൾ ശങ്കർ സാറ് സൂപ്പർ എന്ന് പറയുന്ന ഒരു ഇതാണ് ഇരിക്കുന്നത്. നമ്മുടെ എന്തായിരുന്നു, സ്മൈലിക്കകത്ത് സൂപ്പർ എന്നുള്ള കൈ കൊണ്ടുള്ള സ്റ്റിക്കർ അയച്ചു. അത് കേട്ട ഭയങ്കര സന്തോഷം, ഭയങ്കര. അത് കഴിഞ്ഞിട്ട് എനിക്ക് ആ വർക്കിന് ഞാൻ പോകുന്ന സമയത്താണ് ഞാൻ US പോയത്. US പോയി കഴിഞ്ഞപ്പോഴത്തേക്കിന് സാറ് ചോദിച്ചു എങ്ങനെ ഇത് ചെയ്യാൻ പറ്റും. ഞാൻ സാറേ ഞാൻ ഇവിടെ ഇരുന്ന് ഞാൻ ഓപ്പറേറ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞ്. അതുകൊണ്ട് ഞാൻ എൻ്റെ കൂടെ നേരത്തെ വർക്ക് ചെയ്തിട്ടുള്ള കുറച്ച് ശിഷ്യന്മാരുണ്ട്, അവരെയും കൂട്ടി ഇതുപോലെ വരയ്ക്കാൻ അറിയാവുന്ന ആൾക്കാരെയും കൂടെ കൂട്ടി ഞാൻ ആ ദിവസം അവരെ അവിടെ ഇട്ട് അന്ന് വീഡിയോ കോളിൽ ഇവർ വരികയും ഓരോ ഇൻസ്ട്രക്ഷനും ശ്രീ ഞാനും കൂടെ ആലോചിച്ച് എങ്ങനെ ഇത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കണക്ക് കൂട്ടി അങ്ങനെ ചെയ്തു. ശങ്കർ സാറിന് ഭയങ്കര ഇഷ്ടമായി. ഞങ്ങൾ ആ ചെയ്ത വർക്ക് ആ സിനിമയുടെ എൻഡ് ചെയ്യും, അത് സോങ് ആയിരുന്നു. ആ സോങ്ങിനകത്ത് എൻഡ് ചെയ്ത് മൈക്കിലൂടെ പറഞ്ഞു, മലയാളത്തിൽ നിന്ന് വന്ന മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ പൊളിയാണ്. കാരണം നമുക്ക് മലയാളികൾക്ക് കിട്ടുന്ന ഒരു വലിയൊരു ഇതാണല്ലോ. സാറിന് ഇപ്പോഴും മലയാളത്തിലുള്ള ആൾക്കാരെ ഭയങ്കര എപ്പോഴും ഈ ടെക്നിക്കൽ സൈഡായാലും നമ്മൾ നോക്കുമ്പോഴേ മലയാളത്തിലുള്ള ആൾക്കാർക്ക് എപ്പോഴും നമ്മുടെ മേക്കപ്പ് മേഖലയിൽ തന്നെ നിൽക്കണം. ഇപ്പോൾ ഒത്തിരി അപ്ഡേറ്റ് ആയി മേക്കപ്പ് ആർട്ടിസ്റ്റുകളെ. അവരാണെങ്കിൽ തന്നെ പുതിയ സാധനങ്ങൾ ചെയ്യണം, റിയലിസ്റ്റിക് ആയിരിക്കണം, പെർഫെക്ഷൻ ഭയങ്കര വേണം എന്നൊക്കെയുള്ളൊരു ഭയങ്കരമായ ചിന്ത ഇപ്പം മലയാള സിനിമയിൽ കടന്നുകൂടിയിട്ടുണ്ട്. അതിനോടൊപ്പം യാത്ര ചെയ്യുന്നതാണ്. അപ്പോൾ മലയാളികളെ എല്ലാവരും അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ മലയാളി പൊളിയാണ്. അതെ, മലയാളി പൊളിയാണ്. നമ്മളെ 18 വയസ്സിലാണ് വന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എന്തായാലും ഒരു സഡൻ ആയിട്ട് ഒരു ഇൻഡസ്ട്രിയിലേക്ക് കയറി വരാൻ പറ്റില്ല. അതിന്റെ മുന്നേ കുറെ ഒരു ഫേസ് എന്തായാലും ഉണ്ടായിട്ടുണ്ട്. അത് എങ്ങനെയാണ് അതിലേക്ക്? അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കോളേജ് പഠിത്തമൊക്കെ കഴിഞ്ഞു. ഓരോ വീടുകൾ തോറും മുടി വെട്ടി നടക്കുകയായിരുന്നു. അതേ സമയത്ത് ഈ ക്രിക്കറ്റ് കളി നടക്കുന്ന സ്ഥലത്താണ് ഞങ്ങൾ കൂടുതലും. വീടുകൾ തോറും അതായത് നമ്മൾ
മൊബൈൽ പോലെ തന്നെ ഒരു സൈക്കിളുണ്ട്, ആ സൈക്കിളിനകത്ത് മൊബൈൽ പോലെ തന്നെ ഓരോ വീട്ടിലും പോയി വർക്ക് ചെയ്യുന്നു. ഈ ക്രിക്കറ്റ് കളിക്കുന്ന സ്ഥലത്തൊക്കെ പോയിരിക്കും, അവിടെ പിള്ളേരൊക്കെ ഉണ്ടല്ലോ, പിള്ളേർക്കൊക്കെ വർക്ക് ചെയ്ത് കൊടുക്കും. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഒരു ഷോപ്പ് കിട്ടുന്നത്. ആ ഷോപ്പിലൂടെ നമ്മൾ ചെയ്ത വർക്കുകൾ ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് വെക്കും. അതൊരു അനിൽ രാജ് എന്ന് പറഞ്ഞ ഡയറക്ടർ പിന്നെ കാണാനിടയായി. അദ്ദേഹം പറഞ്ഞു, ഈ ആളിനെ എനിക്ക് പരിചയപ്പെടുന്നു, എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് റാഫി എന്ന് പറയാം. റാഫി എന്നെ വിളിച്ചപ്പോൾ ഞാൻ തിരുവല്ല ടൗണിൽ നിൽക്കുക. അപ്പോൾ ടൗണിൽ നിന്ന് എന്നെ പെട്ടെന്ന് വന്നിട്ട് വിളിച്ച് ഒരു സാറ് കാണാൻ വന്നിട്ട്, സ്വാമി ഞാൻ പറഞ്ഞ വണ്ടിയിലായിരിക്കും മച്ചാനെ, ഒരു കാര്യം ചെയ്യും ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് പുള്ളി എന്നെ അവിടെ കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴത്തേക്കിന് അപ്പം എനിക്ക് എന്നെ ഹെൽപ്പ് ചെയ്തൊരു അച്ഛനുണ്ട്, CV വർഗീസ് എന്ന് പറയുന്നത്. അച്ഛൻ ഇട്ട് തന്ന കടയിലാണ് ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അച്ഛനെ ഫാമിലി ഒന്നും നമുക്ക് മറക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിനകത്ത് എനിക്കിങ്ങനെ ഒരു അവസരം കിട്ടുന്നു. സാറ് പറഞ്ഞു, നന്നായിട്ടുണ്ട് സ്വാമി, ഗംഭീര വർക്കാണല്ലോ, സിനിമയിലൊക്കെ വർക്ക് ചെയ്യും. സാറേ നമുക്ക് കാര്യം പരിചയമില്ല, നമ്മുടെ നാട്ടുപുറത്തുകാരിൽ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ, അതിനകത്ത് തന്നെ അപ്പുറത്തേക്ക് ഒരു കാര്യം ചെയ്യാൻ ജയൻ നമ്പർ ജയനെ വിളിക്കാൻ പറഞ്ഞു. ജയൻ ചേട്ടനെ വിളിച്ചു, പലതവണ വിളിച്ചു. ജയൻ ചേട്ടൻ വിളിക്കും, അടുത്ത ഓരോ ഡേറ്റുകൾ എനിക്കന്ന്, കാരണം പുള്ളി എനിക്ക് ഒരു പക്ഷേ ഇതിനോടുള്ള ഇഷ്ടം കൊണ്ടോ ക്രേസ് കൊണ്ടോ ആണോ എന്നുള്ള ഒരു ചിന്തയുണ്ടല്ലോ. അങ്ങനെ പറഞ്ഞു, ഒരു ദിവസം എന്നോട് പറഞ്ഞിട്ട് ആലപ്പുഴ ഒരു പടം തുടങ്ങുന്നുണ്ട്, നീ അങ്ങോട്ട് വരണം. കാരണം അതിന് പറയാൻ കാരണമുണ്ട്, സാറേ നിൻ്റെ ആവശ്യം എന്താണെന്ന് ഞാൻ പറഞ്ഞു, എൻ്റെ പ്രൊഫൈൽ ഇത് കാണിക്കണം, സാറിന് ഒരു വർക്ക് ചെയ്യണമെന്നുണ്ട്. നീ ഒരു കാര്യം ചെയ്യുക, അത് നേരെ മെയിൽ ചെയ്യാൻ പറഞ്ഞു. എനിക്ക് മെയിൽ ചെയ്യാൻ അറിയത്തില്ല, കമ്പ്യൂട്ടർ ഒരു പരിപാടി അറിയത്തില്ല. തൊട്ടടുത്ത കമ്പ്യൂട്ടർ കടയിൽ പോയി ഈ ഫോട്ടോ എല്ലാം കൂടെ എടുത്തുകൊണ്ട് വന്ന് സ്കാൻ ചെയ്ത് അതിനകത്തോടെ അയച്ചു കൊടുത്തു. 4 മണിക്ക് 7 മണിക്ക് കോള്, അടുത്ത സിനിമ നീ ചെയ്യണം, പയ്യൻസ് എന്ന് പറഞ്ഞ പടത്തിൽ നീയാണ് എനിക്ക് ലുക്ക് ചെയ്യണം എന്ന് പറഞ്ഞ്. പക്ഷെ ഞാൻ ആദ്യമായി ചെന്ന് ചെയ്തത് ശ്രദ്ധിക്കില്ലാത്ത ലാൽ സാറിനാണ്. ലാൽ സാറിനെ ചെയ്തത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിന് പിന്നെ ബാക്കിയുള്ളവർക്കെല്ലാം വർക്ക് ചെയ്യാൻ വേണ്ടി വന്നു. ജയേട്ടനെ വർക്ക് ചെയ്തു. അങ്ങനെ ലാൽ സാർ എന്നെ ടൂർണമെൻ്റ് എന്ന് പറയുന്ന സിനിമയിലേക്ക് വിളിക്കുക. ആ സിനിമയിൽ ഞാൻ വർക്ക് ചെയ്യാൻ ചെല്ലുമ്പോൾ അവിടുന്ന് ഫഹദ് ഫാസിലിനെ പരിചയപ്പെടുകയാണ്. അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റൈലിസ്റ്റായി അന്ന് മുതൽ ഇന്ന് വരെ, ഇപ്പോൾ ഓടും കുതിര ചാടും കുതിര വരെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി. അദ്ദേഹമാണ് ശരിക്കും എന്നെ ഭയങ്കരമായി ബാക്ക് സപ്പോർട്ട് ചെയ്തൊരു ആൾ. അദ്ദേഹത്തിൻ്റെ ഒരു ജയേട്ടനെ ഒന്നും ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. കാരണം ജയസൂര്യ തന്ന ഒരു കൈയാണ് ഇന്നും ഇപ്പോഴും ഈ വേദിയിൽ നിങ്ങൾ എന്നെ ഇൻ്റർവ്യൂവിന് വേണ്ടി വിളിച്ചതും അതൊക്കെ ആയിരിക്കുമല്ലോ. അല്ലാതെ ചുമ്മാ ഒരു മുടിവെട്ടുകാരനായിട്ട് നാട്ടിൻപുറത്ത് നടന്ന ഒരിക്കലും അങ്ങനെ കിട്ടില്ല. ഇതൊക്കെ ഇവരൊക്കെ തന്ന, മലയാള സിനിമ തന്ന ഒരു സൗഭാഗ്യം തന്നെയാണിത്. അതൊക്കെ ഈ എല്ലാവരെയും നമുക്ക് മറക്കാതിരിക്കാൻ പറ്റില്ല. മലയാളത്തിലുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ, അതോടൊപ്പം തന്നെ അവരൊക്കെ നമ്മളെ വിളിച്ച് അവരോരോ വർക്കുകൾ ചെയ്യുന്നു. ഞങ്ങൾ ഇന്ന് ഇൻ്റർവ്യൂവിന് വന്നപ്പോൾ പോലും ടൊവിനോ നേരിട്ട് വിളിച്ചൊരു വർക്ക് എനിക്ക് എൻ്റെ ഒരു ലുക്ക് ചെയ്യണം. അമേരിക്ക വെച്ച് ഞങ്ങൾ വർക്ക് ചെയ്തു. അപ്പം കണ്ടപ്പോൾ ഞാൻ ഓരോ ടെക്നോളജിയെക്കുറിച്ച് പുതിയ അപ്ഡേഷനെ കുറിച്ചുകളും പറയും. സിനിമ എന്ന് പറയുന്നത് ടെക്നിക്കലായിട്ട് എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം. അതോടൊപ്പം തന്നെ തിരുമേലിയിലെ ഓരോ ടെക്നീഷ്യൻസും അപ്ഡേഷൻ എന്ന് പറയുന്നത് ഒരു വലിയ ഘടകമാണ്. മേക്കപ്പിലും അതിൻ്റെ അപ്ഡേഷനുള്ളൂ. പണ്ട് നമ്മൾ പ്രോസ്തെറ്റിക്കൊക്കെ, ഞാൻ ഗോസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞ മൈക്കിൾ ജാക്സന്റെ ഒരു ആൽബത്തിൽ മാത്രമേ ഈ പ്രോസ്തെറ്റിക് ആദ്യമായിട്ട് കാണുകയും ത്രില്ലറൊക്കെ കാണുന്നത്. ഞാനൊരു ബേസിക്കലി ഡാൻസറാണ്. അപ്പോൾ ഡാൻസ് ഞാൻ ത്രില്ലർ എന്ന് പറഞ്ഞ അതൊക്കെ ഞാൻ സ്റ്റേജ് ഷോ ഒക്കെ ചെയ്തുകൊണ്ട് നടന്നതാണ്. അപ്പോൾ ഈ മേക്കപ്പിൻ്റെ സാധ്യതകൾ, പ്രോസ്തെറ്റിക് ഇതൊക്കെ എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് മലയാളത്തിലൊക്കെ എല്ലാവരും ചെയ്യാനും ഒക്കെ തുടങ്ങി. നമുക്ക് കൂടുതൽ അതിനെക്കുറിച്ചുള്ള അറിവുകൾ, അതെങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ആഗ്രഹം. പിന്നെ എൻ്റെ ഒരു വലിയൊരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലണ്ടനിലൊക്കെ പോയി ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കണം. അങ്ങനെ പഠിക്കണമെന്നിരിക്കുക. ദൈവം അനുഗ്രഹിച്ചാൽ അവിടെ പോയി നമ്മൾ പഠിക്കും. അതൊരു വലിയൊരു ആഗ്രഹമാണ്. ഇത്രയും ആഗ്രഹങ്ങൾ നടന്നല്ലോ, അപ്പം അതെന്തായാലും തീർച്ചയായിട്ടും. അതല്ല, ഞാൻ എപ്പോഴും നമ്മൾ പറയുന്ന പോലെ നമ്മൾ എന്തിനെക്കുറിച്ചും എനിക്ക് പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ശരിക്കും ഒരു കാമുകിയാണ്. എനിക്ക് എന്തിനേക്കാൾ ആദ്യം എൻ്റെ ഇഷ്ടം എന്ന് വെച്ചാൽ എൻ്റെ പ്രൊഫഷനാണ്. അതെനിക്കൊരു വട്ട, ഞാൻ അതിനെ പ്രണയിച്ചുകൊണ്ടേയിരിക്കും. ആ വട്ടിന്റെയും പ്രണയത്തിന്റെയും ഭാഗമായിട്ട് തന്നെ ആയിരിക്കും ഇപ്പോ ആവേശത്തില് ഭയങ്കര ഹിറ്റായില്ലേ? ആവേശത്തിൽ ആ ലുക്ക് ഭയങ്കര ലുക്ക്. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഫഫയ്ക്ക് ചെയ്തിട്ടുള്ള ലുക്സ് ഒക്കെ നിങ്ങൾ ചിലപ്പം എനിക്ക് തോന്നുന്നു ആവേശത്തിന് മുമ്പ് ചെയ്തിട്ടുള്ള യൂവിന്റെ പുസ്തകം ഭയങ്കര രസമുള്ള ലുക്കായിരുന്നു. മഹേഷിന്റെ പ്രതികാരം, അതിനകത്തും ഒരു നാട്ടിലുള്ള ആളിനെ കുറിച്ചായിരുന്നു. അതോടെ കുമ്പളങ്ങിനായിട്ട് മീശ, ആ മീശയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആ മീശ പുള്ളി ഇങ്ങനെ ചെറുതായിട്ട് തടകിയൊക്കെ ആയിട്ടാണ് മോളെ എന്നൊക്കെ വിളിക്കുന്നത്. അതൊക്കെ പുള്ളിക്ക് എന്ത് ചെയ്താലും ഒരു വ്യത്യസ്തമായിട്ട് നമുക്കത് ഫീൽ ചെയ്യും. ഒരു ഗ്രോത്ത് പോലെ അന്നേ റസൂൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു രോമം പോലും പുള്ളിക്ക് അങ്ങനെയൊക്കെയുള്ളൊരു കാര്യമുണ്ട്. കാരണം അദ്ദേഹം എപ്പോഴും അദ്ദേഹത്തിൻ്റെ ലുക്കിന് ഭയങ്കര ഇതായിരിക്കും. എൻ്റെ അത് അങ്ങനെ ആയിരിക്കും, ഒരു കണ്ടിന്യൂറ്റി പോലും മിസ്റ്റേക്ക് ആകാതെ. താടി ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഇതും ഇല്ലാതെ കൃത്യമായിട്ട് ഞങ്ങൾ ഓരോ 3 ദിവസം 4 ദിവസം
കൂടുമ്പോഴും റെഡിയാക്കി സെറ്റ് ചെയ്ത് അങ്ങനെ ആയിരുന്നു പുള്ളിയുടെ. അതൊക്കെ ഒരു വലിയൊരു ഭാഗ്യം, അദ്ദേഹത്തോടൊപ്പം വർക്ക് ചെയ്യാൻ പറ്റി. അദ്ദേഹം വളരുന്നതോടൊപ്പം തന്നെ നമ്മളും വളരുക എന്ന് പറയുന്നത്. ഞങ്ങളത് ആവേശത്തിൻ്റെ ലുക്ക് ചെയ്യാൻ എൻ്റെ തലയിൽ ചെയ്തായിരുന്നു, കമലഹാസനെ ചെയ്ത പോലെ തന്നെ ചെയ്തു. ഞാൻ ഫ്രീയും കൂടെ ചെയ്ത് അത് ഭയങ്കര ആൾക്കാരൊക്കെ കാണുകയും തിരിച്ചറിയുകയും ഒക്കെ ചെയ്തു. അതൊരു വലിയൊരു ഈ ആവേശത്തിന്റെ അത് എന്തായാലും ഇപ്പൊ ഹിറ്റായി നിൽക്കുന്നതുകൊണ്ടാണ് ചോദിക്കുന്നത്, ആ ലുക്കിലേക്ക് എങ്ങനെയാണ് എത്തുന്നത്? അല്ലെങ്കിൽ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എമ്പുരാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫഫ എന്നെ വിളിച്ചു, സ്വാമി ഇങ്ങനെ ബാംഗ്ലൂർ വരെ വരണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ശരി സാറേ വരാം എന്ന് പറഞ്ഞ് ഞാൻ അവിടെ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഡയറക്ടറുണ്ട്, പിന്നെ എൻ്റെ പ്രൊഡ്യൂസർ അൻവറൊക്കെ ഉണ്ട്, പിന്നെ സമീറൊക്കെ ഉണ്ട്, ക്യാമറമാൻ. അപ്പോൾ അവരിങ്ങനെ പറഞ്ഞു ഇങ്ങനത്തെ ഒരു സംഭവമാണ് വേണ്ടത് എന്ന് പറഞ്ഞു. അത് ഞാനത് പുള്ളിക്കറിയാം നമ്മളത് ചെയ്യും എന്നുള്ളത്. പുള്ളി ചെയ്തു. അപ്പോൾ അതിൻ്റെ മേക്കപ്പ് RG വയനാടായിരുന്നു. അപ്പോൾ RG വയനാട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ ഒക്കെ എടുത്ത് തന്നിട്ട് പുള്ളി. അതൊരു വലിയൊരു അപ്പം അത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ അത് പടം ഇറങ്ങി കഴിഞ്ഞപ്പോൾ വേറെ ലെവലായല്ലോ, എല്ലാവരും ഭയങ്കരമായിട്ട്. പിന്നെ ആ മനുഷ്യന് പോലുള്ള ഒരാൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നതാണല്ലോ ഏറ്റവും വലിയ ഭാഗ്യം. നമ്മളോട് ഭയങ്കര സ്നേഹവും കരുതലും. എവിടെ വെച്ച് കണ്ടാലും എപ്പോൾ കണ്ടാലും നമ്മളോട് ആ കരുതലുണ്ട്. സ്വാമി എന്ന് വിളിക്കുമ്പോൾ സ്വാമി അണ്ണാ എന്നൊക്കെ വിളിക്കും. എനിക്കൊന്ന് മുടി വെട്ടി തരാമോ എന്നൊക്കെ ചോദിക്കുന്നത്. ഞാൻ സാറെന്തില്ല അങ്ങനെയൊക്കെ ചോദിക്കുന്നത്. മുടി വെട്ടി തരാൻ പറയാം. കാരണം പുള്ളിയുടെ തുടക്കം മുതൽ ഞാനും എൻ്റെ തുടക്കം മുതൽ ഞാനൊക്കെ വളർന്നു വരുന്ന സാഹചര്യത്തിലൊക്കെ പുള്ളിയുടെയൊക്കെ സപ്പോർട്ടാണ് നമുക്ക് ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്കറിയാനുള്ളത്, നമ്മളൊരു ലുക്ക് ഫൈനലൈസ് ചെയ്യുന്നതിന് മുന്നേ അതിനൊരു ബാക്ക്ഗ്രൗണ്ട് വർക്ക് ഉണ്ടാവും, അതിൻ്റെ ഒരു ക്യാരക്ടർ സ്റ്റഡി ഉണ്ടാവും, അതിന്റെ മൈന്യൂട്ട് ഡീറ്റെയിൽസ് വരെ നമ്മൾ നോക്കേണ്ടി വരും. ആ ഒരു പ്രോസസ്സ് സാമി ചേട്ടൻ എങ്ങനെയാണ് ചെയ്യുന്നത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ വർക്കിൽ ചെയ്യുമ്പോൾ അതിൻ്റെ ഡയറക്ടർ, അതിൻ്റെ റൈറ്റർ, ഇവരൊക്കെ ഇരുന്നിട്ട് ഡിസ്കസ് ചെയ്ത് അവർ സ്കെച്ച് ഉണ്ടാക്കി വെച്ചിരിക്കും. ഇപ്പം ഞാൻ ആദ്യം ഷാജി പാപ്പൻ എന്ന് പറഞ്ഞ ലുക്ക് നിങ്ങൾ കണ്ടു കാണുമായിരിക്കും, ജയസൂര്യയുടെ. ആ ലുക്ക് ചെയ്യാൻ ചെയ്യുന്ന മിഥുൻ ഇമ്മാനുവൽ തോമസ് എന്ന് പറഞ്ഞിട്ടുള്ള ഡയറക്ടറാണ്. അപ്പം പുള്ളിക്ക് ഭയങ്കര പേടിയായിരുന്നു, ഇതെങ്ങനെയായിരിക്കും, കറക്റ്റാവൂ എന്നെന്താണ്. അപ്പം ചേട്ടൻ പറഞ്ഞ് ഒന്നും പഠിക്കണ്ട, ഞാൻ ചെയ്തോളൂ. ഒരു 50 minutes 20 minutes കൊണ്ട് നമ്മൾ ആ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അത് ഷാജി പാപ്പൻ ആദ്യം ഭയങ്കര ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആടെന്ന് പറയുന്ന പടം വലിയ ഹിറ്റ് അല്ലായിരുന്നു. OTT-യിലേക്ക് വന്നപ്പോഴാണ് അത് ഭയങ്കരമായിട്ട് ഹിറ്റായി. രണ്ടാമത് അതിൻ്റെ 2 ചെയ്യണമെന്ന് പറഞ്ഞ ആൾക്കാർ ഭയങ്കര ബഹളം. പക്ഷേ രണ്ടാമത് ചെയ്തപ്പം എന്നോട് പറഞ്ഞ് സ്വാമിയെ ഒരു നല്ല ഡ്രസ്സൊക്കെ ഇട്ടു പറഞ്ഞു കേട്ടോ. നമ്മളെപ്പോഴും നമുക്ക് അത്ര വലിയ ഡ്രസ്സുകളൊന്നും ഇല്ലല്ലോ. ആ സമയത്ത് സ്വാമിയെ നല്ല ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് പറഞ്ഞു കേട്ടോ. ഞാൻ പറഞ്ഞു നീ വാടാ. പുള്ളി അങ്ങനെ വിളിച്ചിട്ട് എന്നിട്ട് പറഞ്ഞ് നീ ഇത് ചെയ്യുന്നത് ഒരു വീഡിയോ എടുക്കും കേട്ടോ. വീഡിയോ എടുത്തിട്ട് ഞാനിങ്ങനെ ഇതിലിടും, ഫ്രൈഡേയുടെ ഇതിലിടും എന്ന് പറഞ്ഞാൽ ശരി കേട്ടോ, താങ്ക് യു. അങ്ങനെ ആദ്യത്തെ 3 Kings എന്ന് പറഞ്ഞ പടം ചെയ്യുമ്പോഴും ലീഫായിരുന്നു തലയെ വരച്ച് കൊടുത്തത്. 3 Kings എന്ന് പറഞ്ഞ പടം കണ്ട ജയസൂര്യയുടെ മുടി ലീഫാണ്. അപ്പം അത് കണ്ടിട്ട് ആൾക്കാരിങ്ങനെ പുള്ളി എന്നോട് പറഞ്ഞു എടാ ഒരു ദിവസം മമ്മൂക്ക വിളിച്ചായിരുന്നു കേട്ടോ. നമുക്ക് ശരിക്കും മമ്മൂക്കയുടെ പടത്തിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് ഇത് പരിചയപ്പെടാൻ പറ്റിയിട്ടില്ല. ഞാൻ ബോംബെ മാർച്ച് 12 ഭീഷ്മപർവ്വം വർക്ക് ചെയ്തു. അപ്പം നമുക്ക് നേരിട്ട് പരിചയപ്പെടാൻ പറ്റിയിട്ടില്ല. പക്ഷെ ആ മനുഷ്യനെയൊക്കെ നമ്മൾ കാണുമ്പോൾ, കാരണം ലുക്കിന്റെ കാര്യത്തിൽ ഭയങ്കര മാറ്റങ്ങൾ വരുത്തുന്ന മലയാളത്തിൽ ഏറ്റവും വലിയ മമ്മൂക്ക കഴിഞ്ഞിട്ടുള്ള ആളേ ഉള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ പിന്നെ എനിക്ക് മമ്മൂക്ക വിളിച്ചു കേട്ടോ. എന്നാ പറഞ്ഞേട്ടാ അവിടെ ഇത് ആരോടാ ചെയ്തു, നന്നായിട്ടുണ്ടോ, അവനോട് കൊടുത്ത് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞേക്കാൻ. എന്നെ അറിയുന്നില്ല, ഞാൻ നേരിട്ട് ഞങ്ങൾ പരിചയമില്ല. അപ്പം പിന്നെ നമ്മൾ വർക്ക് ചെയ്യാനൊക്കെ ചെല്ലുമ്പോഴത്തേക്കിനും ഞങ്ങൾ കാണും. ഭീഷ്മപർവ്വം വർക്ക് ചെയ്തപ്പോഴും ഞാൻ കണ്ടു. പക്ഷേ എന്നെ ആരാന്നൊന്നും അറിയത്തില്ലല്ലോ, സ്വാമി ആരാന്നൊന്നും. ചിലപ്പോൾ നമ്മളുടെയൊക്കെ വർക്കുകളൊക്കെ കാണുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ എപ്പോഴേക്കും സ്വാമി വിളിച്ചേക്കാൻ പറയും എന്നൊക്കെ പറയും. അതൊരു വലിയൊരു അനുഗ്രഹമായിരുന്നു. കാരണം അതൊരു നമുക്ക് ജീവിതത്തിൽ കിട്ടുന്ന നമ്മൾ കണ്ടു വളർന്ന ആൾക്കാരാണല്ലോ മമ്മൂട്ടി, മോഹൻലാൽ എന്നൊക്കെ പറഞ്ഞു. ലാൽ സാറിന് വർക്ക് ചെയ്യാൻ പറ്റി. പക്ഷേ എന്നാലും ഞാൻ മമ്മൂക്കയ്ക്ക് ഇതുവരെ ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ മമ്മൂക്കയുടെ പടം ചെയ്യാൻ പറ്റി. അത് ചെയ്യാൻ പറ്റില്ലേ? അത് ഭയങ്കര ഭാഗ്യമല്ല. അത് പടം രണ്ടും നല്ല പടമായിരുന്നു. ഉണ്ണി 3 തന്നെ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്ത സിനിമ ബോംബെ മാർച്ച്, ബാബു ജനാർദ്ദനൻ ഡയറക്ട് ചെയ്ത പടം. അത് റഷീദയ്ക്കായിരുന്നു മേക്കപ്പ്. ഇത് റോണക്സ് ആയിരുന്നു ഭീഷ്മപർവ്വത്തിൻ്റെ. അങ്ങനെ അമലേട്ടൻ വഴി റോണക്സിനെ വിളിച്ചു. അത് നമ്മൾ വർക്ക് ചെയ്തു. അത് നല്ലൊരു അനുഭവമായിരുന്നു. അതിനകത്ത് എനിക്ക് വലിയൊരു ടാസ്ക് എന്ന് പറയുന്നത് ദിലീഷ് ചേട്ടൻ്റെ കഷണ്ടി ഉണ്ടാക്കി ഞങ്ങൾ ഓൺ ഹെയറിനകത്തൊന്ന് ഹെയർ റിമൂവ് ചെയ്തിട്ടാണ് കഷണ്ടിയാക്കിയത്. പക്ഷേ രണ്ടാമത്തെ പടം പുള്ളി നായകനായിട്ടുള്ള പടം ഓ ബേബി എന്ന് പറഞ്ഞ പടം ഞാനായിരുന്നു എൻ്റെ മേക്കപ്പ്. എനിക്ക് തിരിച്ചത് മുടി റീസെറ്റ് ചെയ്യേണ്ടി വന്നു. അതൊരു വലിയ ടാസ്ക് ആയിരുന്നു. പക്ഷേ ഓ ബേബി കാണുമ്പോൾ മനസ്സിലാകത്തില്ല, അതൊരു വിഗ് സെറ്റ് ചെയ്താണെന്ന് മനസ്സിലാകത്തില്ല. പക്ഷേ ദിലീഷ് ചേട്ടൻ ഭയങ്കരമായിട്ട് നമ്മളോട് സപ്പോർട്ട് ചെയ്ത് തന്നു. അതൊരു വലിയൊരു ഇതാണ്. ആർട്ടിസ്റ്റിൻ്റെ സപ്പോർട്ടാണല്ലോ എപ്പോഴും വേണ്ടത്.